അത് നാംഡോക് മൈ നിറച്ചുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഒരെണ്ണത്തിൽ ഒരു ഇതൊന്നും അല്ല കേട്ടോ, ഒരു കവറിൻ്റെ ഉള്ള ഒരു മാങ്ങയൊന്നും അല്ല. ഒരു കായ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യും. ഇത് ഗോൾഡ് ആണ് അല്ല, ഗ്രീനാ. ഗ്രീനാണല്ലേ? നല്ല വലിപ്പം വെക്കും. ഇതിപ്പോൾ 3-4 വർഷമായിട്ട് കായ്ക്കണ പ്ലാന്റാ. നാരില്ല, മാങ്ങാണ്ടി ചെറുതാണ്, നൈസാണ്, നല്ല ഫ്ലഷ്. ഇത് മെഡൂസ പൈനാപ്പിളാണ്, നിറച്ചുണ്ടാകും. സെൻറ്ററിൽ ഒരെണ്ണം നന്നായിട്ട് കഴിക്കാവുന്ന ഒരു കായ ഉണ്ടാവും. അതിൻ്റെ ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ കായകൾ ഒരു 50-80 എണ്ണത്തോളം ഉണ്ടാവും. നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. ഇത് വലുതായി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ വലിപ്പം, നല്ല ആപ്പിളിൻ്റെ വലിപ്പം വയ്ക്കും. ഇതൊരു ഡ്രമ്മിലാണ് വെച്ചേക്കുന്നത്. അത് എത്ര നാളായി ഉണ്ടാവും ഈ മരം? ഇതൊരു 2-3 വർഷം. അതെ. ഇത് ഹോം ഗ്രൗണ്ട് ഒരു നാടൻ പേരയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. വലിപ്പം വരുന്നോളല്ലേ? ആ, ഇത് ലെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ? ആ, ഇത് ചെയ്യുന്നുണ്ട്. മുള്ളില്ലാത്ത പൈനാപ്പിൾ? ഇലയിൽ ഒട്ടും മുള്ളില്ല. തുമ്പത്ത് ചിലപ്പോൾ എങ്ങാനും ഉണ്ടാവും ചെറുതായിട്ട്, അത്രേ ഉള്ളൂ. ഇവിടെ ഒന്നും ഒട്ടുമില്ല. ഇതെങ്ങനെ വലിപ്പം വരുന്നതും? നല്ല വലിപ്പം വയ്ക്കും, നല്ല മധുരം, തേൻ മധുരം. എത്ര നാളുകൊണ്ട് കായ്ക്കും? ഇത് പിറ്റേ വർഷം കായ്ക്കും. ഒരു കൊല്ലം മതി അല്ലേ? ശരി. തൈകൾ അങ്ങനെ കൊടുക്കാനുണ്ട്? ആ, കൊടുക്കാനുണ്ട്. ഇതാണ് നമ്മുടെ സീഡ്ലെസ് ലെമൺ. നിറച്ച് കൊല കുത്തി ഉണ്ടാവും. നല്ല വലിപ്പമുണ്ടല്ലോ. നല്ല വലിപ്പത്തില് കമ്പോഡിയൻ ചക്കാണ് കേട്ടോ. ആ, നല്ല വലിപ്പമുള്ള ചക്കയല്ലേ? നല്ല കമ്പോഡിയൻ ചക്ക വീന സൂപ്പർ എർലി പോലെ തന്നെയാണ്. 1.5 വർഷം കൊണ്ട് കായ്ക്കും. അധികം കേടില്ല കേട്ടാ ചക്കയ്ക്ക്. ഇതിപ്പോ വിയറ്റ്നാം സൂപ്പർ എയറിലേക്ക് പകരമായിട്ട് ആൾക്കാർ കൂടുതൽ കമ്പോഡിയൻ ചക്ക. കമ്പോഡിയൻ ചക്ക നല്ല മധുരമുണ്ട്, നല്ല വലിപ്പമുണ്ട്, നല്ല ചക്കയാണെന്ന് പറയുന്നത്. എത്ര കൊല്ലം കൊണ്ട് കായ്ച്ചപ്പോ പ്ലാവ്? ഇതിപ്പോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മാച്ചക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ആയി. ഇതൊരു 2-3 വർഷം ആയിട്ടോ നമ്മൾ ചക്ക പിടിപ്പിച്ചപ്പോ. ഫസ്റ്റ് ചക്കയാണ്, അപ്പൊ അതിന്റെ ടേസ്റ്റ് ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇല്ല കേട്ടോ, നിറച്ച് കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഈ സീസണിൽ തന്നെ ഒരു പ്രാവശ്യം കായ കഴിഞ്ഞതാ. ഇതുപോലെ നിറച്ച് കായ്ച്ചതാണ്. എന്നിട്ട് പിന്നെ ഇപ്പൊ അതെല്ലാം തീർന്നിട്ട് അടുത്ത് കായ്ച്ചേക്കണതാ പർപ്പിള. ഇത് ഇവിടെ വലിയ കൊലയുണ്ട്. ഇത് നിങ്ങളടുത്ത് സീഡ് തൈകളാണല്ലേ? ആ, സീഡ് തൈയാ. ഇത് 1.5 വർഷം കൊണ്ട് കായ്ക്കും, 1.5-2 വർഷം കൊണ്ട് കായ്ക്കും. ഇവിടെ കൊല കുത്തി ഇതിലുണ്ടായിട്ടുണ്ട്. ഇത് ചന്ദ്രക്കാരമാവാണ് കേട്ടോ. വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തൂങ്ങി കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വന്നിട്ട് ചോദിക്കാത്ത ആരുമില്ല കേട്ടോ ഇതെന്ത് മാവാന്ന്. ഇതിന് മാങ്ങ കുറച്ചുകൂടി വലിപ്പം വയ്ക്കുള്ളൂ, പക്ഷെ നിറച്ച് കൊല കുത്തി ഉണ്ടാവും. 1.5 വർഷം 1.25 വർഷമാണ് കേട്ടോ കായ്ക്കുള്ളൂ. പക്ഷേ നന്നായിട്ട് ഇതുപോലെ കൊലകുത്തി മാങ്ങ ഉണ്ടാവും, നല്ല മധുരം. നമുക്ക് കണ്ണിമാങ്ങാച്ചാർ ഇടാനും മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ ഏറ്റവും നല്ല മാങ്ങയാണ് ചന്ദ്രക്കാരൻ. മാങ്ങ ചെറുതായിരിക്കും. ആ, ചെറുതായിരിക്കും, അധികം വലിപ്പം വയ്ക്കില്ല, പക്ഷെ നല്ല മധുരം. ഇതിന്റെ തൈകൾ ഉണ്ടാവുമല്ലോ? ആ, ഇതിന്റെ വലുതും ചെറുതും തൈകളുണ്ട്. ചെറിയ തൈ ഒരു 250 റേറ്റ് ഒക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 900 റേറ്റ് ഒക്കെ വരെയുള്ള നല്ല കടവണ്ണുള്ള തൈകളുണ്ട്. ഇത് നിങ്ങൾ മദർ പ്ലാന്റ് എത്ര നാളായി വെച്ചിട്ട്? ഇത് 6-7 വർഷം ആയ പ്ലാന്റ്. പക്ഷെ കണ്ടിന്യൂസ് കായ്ക്കുന്നുണ്ടല്ലേ? ആ, ഉണ്ട്. ഇത് ചിക്കൻ ഗ്ലോ മൾബറി ആണ്. ചിക്കൻ ഗ്ലോയാ? ആ, ചിക്കൻ ഗ്ലോ. ഇത് അധികം വലിപ്പം വരില്ല ടീ മൾബറി, പക്ഷേ ഇതിന്റെ നല്ല ടേസ്റ്റ് ആണ് ഈ സാധനം. ഇത് നിറയെ ഉണ്ട്, എല്ലാ ബ്രാഞ്ചുകളിലും കായുണ്ട്. പക്ഷേ ഈ ഒരു ലെങ്തേ വരുള്ളൂ. ബ്രസീലിയൻ മൾബറിയെ അപേക്ഷിച്ച് ഇതിന്റെ ലെങ്ത് ഇച്ചിരി കുറവാണ്. പക്ഷെ നല്ല ബുഷായിട്ട് നിൽക്കുമ്പോൾ ഇതിന്റെ ഇല കാണാൻ നല്ല ഭംഗിയാ. ഇതെന്താ ഇരിക്കണ ഈ സൈഡിൽ? ഓറഞ്ചിന്റെ വെറൈറ്റീസ് ആണ്. ഇത് റെഡ് ലെമൺ ഉണ്ട്, പിന്നെ വെരിഗേറ്റഡ് മുസംബി ഉണ്ട്, ഇത് കൊടംപുളി ഉണ്ട്, അങ്ങനെ കുറേ. ഇത് ബെൽച്ചാമ്പയാണ് കേട്ടോ. ബെൽച്ചാമ്പ നല്ല ടേസ്റ്റി ചാമ്പ. ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ ഇതിന്റെ തൈ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേതല്ലേ എന്നാറിന്റെ ലൂബി. ഇതും ലെയർ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. വലിപ്പം കുറവാണ്, പക്ഷെ ഇതിൽ ഓൾ ടൈം ഉണ്ട്. ശരിക്കും എന്നാറിന്റെ ലൂബിക്ക് അങ്ങനെ ഓൾ ടൈം ഇല്ലാന്നാണ് പറയണേ. പക്ഷെ ഈ പ്ലാന്റിൽ ഓൾ ടൈം കായുണ്ട്. നല്ല കറുപ്പായാലാട്ടോ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഈ സ്റ്റാർട്ടിങ്ങിലെ തന്നെ ലെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ കാച്ചു തുടങ്ങൂലോ, അതുകൊണ്ട്. ഇത് ബാലിച്ചാമ്പ. ബാലിച്ചാമ്പ ഈ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതുണ്ട് ഇതിന്റെ ഉള്ളില് നിറച്ച് ഇതായിട്ട് കായായിട്ട് കിടക്കുന്നുണ്ട്, ആയി വന്നുള്ളൂ. പിന്നെ ഈ പ്ലാന്റുകളെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കണത് ഇതെല്ലാം ലെയർ ചെയ്യുന്നോണ്ടാട്ടോ. ഫുൾ നമ്മള് നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്യും. ഇത് കുളമ്പ്. കുളമ്പ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മാവാണ്. അത്യാവശ്യം നിറച്ചുണ്ടാവും, വലിപ്പം ഉണ്ടാവും, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് അല്ലേ? ഇത് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടോ ഇവിടെ? ബഡ് ചെയ്യുന്നുണ്ട്. ബഡ്
നന്നായിട്ട് കൊലകുത്തി ഉണ്ടാവും. ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ, നിറച്ചുണ്ടായിരുന്നു. പിന്നെ ഈ നല്ല വെയിലിങ് അടിക്കുമ്പോൾ കുറേയൊക്കെ പൊഴിഞ്ഞു പോകും. അങ്ങനെ കുറച്ച് കുറഞ്ഞു. എന്നാലും ദേ ഇപ്പോഴും പൂത്ത് വരുന്നുണ്ട്. ഇപ്പൊ മാങ്ങയുടെ സീസൺ ആകുമ്പോ ഒരു മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? എല്ലാ ടൈപ്പ് മാങ്ങയുണ്ട്. ഇത് മറ്റേ തെക്കൻ കുറ്റിക്കുരുമുളക്, പെപ്പർ തെക്കൻ 1. ഇവിടെ നമ്മൾ മാവുകളും പേരയുടെ വെറൈറ്റികളും ഒക്കെയാണ് കേട്ടോ കൂടുതൽ ചെയ്തിരിക്കുന്നത്. അതിൽ ഇത് മാവുകളുടെ സെക്ഷനാണ്. അവിടെ ആർട്ടിറ്റും ഉണ്ട്, നാസിക് പസന്ത്, പിന്നെ തായ് വസ്ത, കാലാപ്പാടി, അമർപ്പാളി. അത് തായ് വസ്ത. നല്ല മാവാണ്. എങ്ങനെയാണ് മാവ്? മീഡിയം സൈസ് മാവ്, കുഴപ്പമില്ലാത്ത ടേസ്റ്റാ. ഇത് കാലാപ്പാടി. കാലാപ്പാടി എല്ലാം കവറിട്ട് നിർത്തിയേക്കുവാണ്. ഇത് ലില്ലിപ്പില്ലി ഇങ്ങനെ ഒരു പിങ്ക് കളർ ഫ്രൂട്ട് ഉണ്ടാവും. വൈറ്റമിൻ സിയുടെ കണ്ടന്റ് കൂടുതലുണ്ട്. അത്രേ ഉള്ളൂ. ഡ്രാഗന്റെ വെറൈറ്റീസ്. ഇത് ബിഗിനെ എന്ന് പറഞ്ഞൊരു പ്ലാന്റാ. കായ്ക്കണില്ല. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ അത്ര അല്ല, കാച്ചൂട്ടോ, കായ്ച്ചു. പക്ഷെ ഫ്രൂട്ട് ചെറിയ ചെറിയ ഫ്രൂട്ട്, നമ്മുടെ ഈ ചെത്തിയുടെ പഴം പോലെ അങ്ങനത്തെ ഫ്രൂട്ട്. ഇത് പേരകളുടെ വെറൈറ്റി, ആർക്കാക്കിരൻ, BNR, ജപ്പാൻ ഗുവ, റെഡ് ഡയമണ്ട്, അതൊക്കെ. ഇത് പിന്നെ റെയിൻ ഫോറസ്റ്റ് ഗുവ കേട്ടോ. റെയിൻ ഫോറസ്റ്റ് ഗുവ ശരിക്കും ഈ കളർ പഴുത്തതാണത്. നല്ല വലിപ്പമുണ്ട്. ഇതിന് ചെറിയ ഒരു പുളിരസം കയറി വന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വന്ന കസ്റ്റമറോട് ഞാൻ പറയുമ്പോൾ അവരും അറിയും, പക്ഷെ അവർക്ക് ഇതിന്റെ തൈ മസ്റ്റായിട്ട് വേണം, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. ഉള്ളിൽ നമ്മുടെ ഇതുപോലെ കുരു ഒരു 2-3 ഉണ്ടാവുള്ളൂ. അത് നല്ല വലിപ്പമുള്ള കുരുവായിരിക്കും. ഇങ്ങനെ ഇരിക്കും. ഇതെന്താ ഞാവലോ? വൈറ്റ് ഞാവല്. അത് സ്ട്രോബെറി ഗുവ. ഇത് മറ്റേ ഗ്രീൻ. ഇത് നാഗ്പൂർ ഓറഞ്ച്. ഇത് ക്യാറ്റ്. പുളിയല്ല, ഒരിതുമില്ല, ഒരു ടേസ്റ്റും ഇല്ലാതെ. സാലഡിലൊക്കെ ഇടാൻ നല്ലതാണ്. ഇത് സീഡ്ലെസ് ലെമൺ. ഇത് കാമുക്കാമ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഈ പ്രാവശ്യം കായ്ക്കുമെന്ന് വിചാരിക്കുന്നു, കാച്ചില്ല ഇതുവരെ. അത് ഗ്രൂമിച്ചാമ, നിറച്ച് കായ്ക്കും കേട്ടോ. നല്ല ഇത് പ്ലമ്മിന്റെ ടേസ്റ്റ് ആണ്, നല്ല ഫ്രൂട്ടാണ്. ഇതിന്റെ തൈ കൊടുക്കണ്ട. ലെയർ ഇല്ല, ലെയർ അത്ര ഇതാവണില്ല. സീഡ ഇപ്പൊ നമ്മുടെ സെയിലിനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട്. പ്ലമ്മിന്റെ ടേസ്റ്റ് ഓൾ ടൈം ഉണ്ടാവുന്നുണ്ട്. പിന്നെ അധികം വെയിൽ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇതിന്റെ ഇത് കുറച്ച് ഷെയ്ഡ് ആയാലും കുഴപ്പമില്ല ഗ്രൂമിച്ചാമയ്ക്ക്. ഇതൊക്കെയാണ് ഇവരുടെ ടെറസിന്റെ മുകളിലുള്ള കാര്യങ്ങൾ. ഇനി അടിയിലുണ്ടല്ലേ കുറച്ച്. ഇത് മട്ടവാ, നിറച്ച് കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഈ സീസണിൽ തന്നെ ഒരു പ്രാവശ്യം കായ കഴിഞ്ഞതാ, ഇതുപോലെ നിറച്ച് കാച്ചതാണ്. എന്നിട്ട് പിന്നെ ഇപ്പൊ അടുത്ത് അതെല്ലാം തീർന്നിട്ട് അടുത്ത് കാച്ചേക്കണതാ. ഇവിടെ കൊലകുത്തി ഇതിലുണ്ടായിട്ടുണ്ട്. ടേസ്റ്റ് നമ്മുടെ റംബൂട്ടാൻ, നമ്മുടെ ലോങ്ങിന്റെ ഒക്കെ ഏകദേശം ഒരു ഫ്ലേവർ. പിന്നെ അധികം മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ഇതിന്റെ ഒരുവിധം തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഹോൾസെയിലും റീറ്റെയിലൊക്കെ ഉണ്ട് ഇവിടെ. സീഡായതുകൊണ്ട് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുത്തതിൽ. ഇതാണ് നമ്മളെ ശർക്കരപ്പഴം. കാച്ച പ്ലാന്റ് ആണ്, ലെയർ ചെയ്ത് വച്ചിരിക്കുകയാണ്. തൈകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെയൊക്കെ. പിന്നെ ഇത് നമ്മുടെ ഒരു ബഡ് പ്ലാവിന്റെ കുരു മുളച്ചുണ്ടായ ചക്കയാണിത്. പക്ഷെ ഈ ചക്കയ്ക്ക് നല്ല മധുരമാണ് കേട്ടോ, നല്ല ഒരു പുളിരസത്തോട് കൂടിയ മധുരം. ബാക്കി എല്ലാ ചക്കകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഫ്ലേവറാ. പേരറിയില്ല, കുരു മുളപ്പിച്ചതാണ് കേട്ടോ നമ്മള്. ഇത് നമ്മുടെ മൾട്ടി ബഡഡ് മാവാണ്. ഒരു 10 വെറൈറ്റി നമ്മളിതിൽ ബഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കോശേരിയൊക്കെയാണ് കേട്ടോ താഴ്ച കിടക്കുന്നത്. കോശേരി, കോട്ടപ്പറമ്പൻ, മല്ലിക, ചന്ദ്രദത്ത്, കുറേ വെറൈറ്റികളുണ്ട്. ഇത് കോട്ടപ്പറമ്പൻ. ഇതുപോലുള്ള പ്ലാന്റുകൾ ഇവർ മൾട്ടിക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ, പ്രീ ഓർഡർ അനുസരിച്ച്. ഇത് ഏത് വെറൈറ്റി വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ഇത് ജപ്പാൻ പേര കവർ ഇടാൻ വിട്ടുപോയ കാരണം കുറച്ച് കായ്ച്ചയുടെ കൊത്തൽ കൂടുതലുണ്ട്. എന്നാലും കായ സെറ്റ് ആയിട്ടുണ്ട്.
ഇത് ഇവിടെയൊക്കെ ഉണ്ട്. ഓ ഈ കറുത്ത് വരുന്നതാണ് ഈ കായ്ച്ച ആ കായ്ച്ച കൊത്തിയതാ. കവർ ഇട്ട് കഴിഞ്ഞാൽ പോകും. കവറിട്ട ഇത് വരലായിരുന്നു. ഇതിലൊക്കെ ഉണ്ട്, അപ്പുറത്തുണ്ട്, നിറച്ചുണ്ടായിട്ടുണ്ട് ചേപ്പാമ്പേരയ്ക്ക്. പിന്നെ തടിവണ്ണം കൂടുന്നതനുസരിച്ച് ഇതിന് കായ്പിടുത്തം കൂടുന്നു പറയണു. ഇത് ഒരു പൈനാപ്പിൾ, നാടൻ പൈനാപ്പിളാണ്. പക്ഷെ നന്നായിട്ട് ഒരു വെറൈറ്റിയാണ്, നല്ല വലിപ്പം വെക്കുന്ന പൈനാപ്പിളാണ് കേട്ടോ. അതിന് ഇതേ കാനിയൊക്കെ ഈ ഭാഗത്ത് പൊട്ടി തുടങ്ങുന്നത്. ആ നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. പേരെനിക്ക് കൃത്യം അറിയില്ല. ഇതും എപ്പോഴും ഉണ്ടാവുന്നുള്ളൂ, സീസൺ ഒന്നും എല്ലാ വർഷവും ഉണ്ടാവും. ഇതിന്റെ തൈകളും ഉണ്ട് കേട്ടോ, കൊടുക്കാനുള്ളത്. ഇത് ഒടിച്ചുകുത്തി നാരകാണ് കേട്ടോ. ഏത്? ഇത് ഒടിച്ചുകുത്തി ഉണ്ടാവും അത്. ആ ഇതൊരിടത്തുനിന്ന് ഒടിച്ചു കുത്തിയതാ. ഉഗ്ര സാധനം കാണിച്ചത് എവിടെ? ഡൽഹാരി ചാമ്പ നിറച്ച് കാച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊന്നും അല്ലാട്ടോ വലിപ്പം, നല്ല ആപ്പിളിന്റെ വലിപ്പം വയ്ക്കും. എന്തോരം കായണം. ഇതൊരു ഡ്രമ്മിലാണ് ഒരു വെച്ചേക്കുന്നത്. അത് എത്ര നാളായി ഉണ്ടാവും ഈ മരം? ഇതൊരു 2-3 വർഷം. അതെ. ഇതിനൊക്കെ ഇഷ്ടംപോലെ തൈകൾ ഇവർ ഇവിടെ നിന്ന് തന്നെ ലെയർ ചെയ്തെടുക്കുന്ന തൈകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അയച്ചു തരും. കൊറിയർ ഉണ്ട്, അല്ലെങ്കിൽ ഹൈവേ ഡെലിവറി ഉണ്ട്. നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ 2-3 ചാമ്പകളിൽ രണ്ടാമത്തെ ചാമ്പയാണ് ഡെല്ലരി, ഉമ്മർ, ബാലിച്ചാമ്പ. അതിലൊരു പ്രധാനപ്പെട്ട ചാമ്പ ഉണ്ട് ഡെല്ലരി. അത്യാവശ്യം നല്ല വലിപ്പം വരില്ല. ഇത് നല്ല വലിപ്പം വയ്ക്കും. ഇല്ലില്ല, നല്ല വലിപ്പം വരും. ആപ്പിളിന്റെ ഒക്കെ പോലെ വലിപ്പം വരും. പകുതി ഭാഗം ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ. ഇത് നല്ല മെറൂൺ ഷെയ്ഡായിട്ട് അതിലൊരു വൈറ്റ് സ്ട്രൈപ്പ് ആയിട്ട് വരും കറക്റ്റ് ഭാഗമാകുമ്പോൾ. അതുകൊണ്ട് പിന്നെ ഉള്ളിലും ആ പിങ്ക് ഷെയ്ഡ് കയറി വരും. ഇത് ചെറിയോ ഫ്രിയോ ഗ്രാൻഡ്, പിന്നെ റെയിൻ ഫോറസ്റ്റ് ഗുവ, അല്ലേ സോറി ബ്ലാക്ക് സൂർനാൻ ചെറി പറഞ്ഞപ്പോൾ മാറിപ്പോയി. പിന്നെ ഇത് നമ്മുടെ മിസ് ഇന്ത്യ നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ വൈറലായ ഒരു സാധനമാണ്. ഇപ്പൊ ഇതായി തുടങ്ങണേ ഉള്ളൂ. ഉണ്ടായിരുന്നു, ഒന്ന് കായ പറിച്ചതാ. നല്ല ടേസ്റ്റുള്ള സാധനം, ക്രിസ്പിയാണ്, മധുരമുണ്ട്. ഇതിന്റെ തൈകളുണ്ട് അവിടെ? ആ തൈകളുണ്ട്. കൊറിയർ ചെയ്യാൻ പറ്റിയ തൈകൾ അല്ലെങ്കിൽ ഹൈവേ ഡെലിവറി ചെയ്യാൻ പറ്റിയ തൈകളുണ്ട്. ഇത് സീറ്റ് ബുഷ് ഓറഞ്ച്. ഇനി മുകളിലൊരു സെക്ഷൻ ഉണ്ടല്ലേ? മേളില് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ ദിൽഹരി തന്നെയാണ്, ദിൽഹരി ഉമ്മറും. ഇത് ചക്കരക്കുട്ടി മാവാണ് കേട്ടോ. ഇത് പൂത്തിട്ട് നിറച്ച് കായ പിടിച്ചിട്ടുണ്ട്, കായ കിടക്കുന്നുണ്ട്. പഴയ കാലത്തെ മാങ്ങ. ചക്കരക്കുട്ടി ഇത് ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള പ്ലാന്റാ. നല്ല മാവാണ്. നല്ല മാവ, നല്ല മാങ്ങ, നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ. ഓ ഡെല്ലാരി വേറൊരു പ്ലാന്റ്. ഇതുകൊണ്ടാണ് മെയിൻ നിങ്ങൾ ലെയർ ചെയ്തെടുക്കണം അല്ലേ? വലിയ പ്ലാന്റും ഒക്കെ ലെയർ ചെയ്യുന്നുണ്ട്. നിറച്ചുണ്ട്. അകത്തൊക്കെ നോക്കി കായണ്ട, നിറച്ച് പൂത്തേക്കാണ്. അതുകൊണ്ട് ഞാൻ ലെയർ ചെയ്ത് കട്ട് ചെയ്യാതെ ഇങ്ങനെ തന്നെ വെച്ചേക്കണേ. വീണ് തുടങ്ങി ഇവിടെ. ഇതൊക്കെ വെള്ളത്തിന്റെ കുറവാ ഈ ചൂട് സമയത്തെ. പക്ഷെ ഒത്തിരി വെള്ളം നനച്ചു കഴിഞ്ഞാൽ മധുരം കുറയും. ഇതിന്റെ ഹോൾസെയിൽ ഉണ്ട് കേട്ടോ. ഈ ചെടികൾ ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്. ആവശ്യക്കാർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്തിച്ചു തരും. ഇത് പുലാസാന ഉണ്ടോ? പുലാസം പൂത്തിട്ടുണ്ട് ഇപ്രാവശ്യം. ഇവിടെ ഒരു പൈനാപ്പിൾ. ഇത് വെരിഗേറ്റഡ് പൈനാപ്പിൾ. ഇത് കായ്ക്കുന്നല്ലേ? അല്ലല്ല, കായ്ക്കുന്ന പൈനാപ്പിളാ. കഴിഞ്ഞ വർഷം ഇതിന്റെ ഇത് ചക്കയുടെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ പ്രാവശ്യം കാച്ചിട്ടില്ല. നല്ല നമ്മുടെ നോർമൽ പൈനാപ്പിളിന്റെ ടേസ്റ്റ്. ഓർണമെന്റൽ ആയിട്ട് നല്ല ഭംഗിയാ. റെഡ് കളറാണ് കേട്ടോ ചക്ക. ഇതാണ് നമ്മളെ അനാറ്, അതായത് സൂപ്പർ ഭഗവ എന്ന് പറഞ്ഞ അനാറ്. പല നഴ്സറികളിലും കാണാം, പക്ഷെ ഇങ്ങനെ കായുള്ളത് അധികം കണ്ടിട്ടില്ല. ഇത് നല്ല വലിപ്പം അല്ലേ? നല്ല വലിപ്പം. പിന്നെ ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ വിണ്ട് പോകില്ല എന്നുള്ളതാണ്. ചില അനാറ് കായ്ച്ചു വരുമ്പോൾ തന്നെ ഇവിടെ വിള്ളലുണ്ടാവും, പക്ഷെ ഇത് ഇങ്ങനെ വിണ്ട് പോകില്ല. നല്ല വലിപ്പം, നല്ല ഫ്ലഷും ഉള്ള നല്ല റെഡ് കളറുള്ള അനാറാണത്, സൂപ്പർ ഭഗവ. ഇതിൻ്റെ തൈകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇവർ ചെയ്തെടുക്കുന്നുണ്ട്, പിന്നെ പുറത്തുനിന്ന് വരുന്ന തൈകളുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ട് കായ്ച്ചതാ? കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയത്? ഇല്ല, അത് ഇതായി പോയായിരുന്നു. ഈ പൈനാപ്പിളിന്റെ പേര് എനിക്ക് കൃത്യം അറിയില്ല, പക്ഷെ ഒരു വെറൈറ്റി പൈനാപ്പിൾ ആണ്. പിന്നെ ഇത് സീസറാണ് കേട്ടോ, റംബൂട്ടാന്റെ സീസറാണ്. പിന്നെ മാവുകളുടെ വെറൈറ്റി കുറേ ഉണ്ട്. മല്ലിക, കർപ്പൂരം, ആപ്പിൾ റൊമാനി, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. ഇതിൽ ബാരി 13 ഉണ്ട്. ഇതിപ്പോ മഹാചാനോക്ക് പൂത്തിട്ടുണ്ട് കേട്ടോ. അത് ഏതിന്റെ എവിടത്തെ മാവാണ് മഹാചാനോക്ക്? മഹാചാനോക്ക് തായ്ലൻഡ് വെറൈറ്റി. തായ്ലൻഡ് ആണല്ലേ? ഇതിന്റെ ഒന്നും റിവ്യൂ എന്താണെന്ന് അറിയില്ല. അല്ല, അറിയില്ല, പൂത്തിട്ടേ ഉള്ളൂ.
പിന്നെ ഇതൊക്കെ പലതരം മാവുകളാണ്. ഇതുമാതിരി ഡ്രമ്മിൽ ഇവര് വീടുകളിൽ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സെറ്റ് ചെയ്ത് തരും, വീട്മാറ്റം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ പ്ലാന്റുകൾ നമ്മൾ ഇതാക്കി കൊടുക്കുന്നത് കേട്ടോ, ഡ്രമ്മിലൊക്കെ ആണെങ്കിൽ. പിന്നെ ഇത് അവക്കാഡോ റസൽ വെറൈറ്റി ആണ്. ഈ പ്രാവശ്യം പൂത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാ റിസൾട്ട് എന്ന് അറിയില്ല. കായ എങ്ങനെയാ സെറ്റ്? അത് ഹോം ഗ്രൗണ്ട് വെറൈറ്റി. പിന്നെ ചാമ്പയുടെ ഇത് താരൻ്റെ ചാമ്പ നമ്മൾ ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകൾ വരെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇത് കടവണ്ണം, നല്ല കടവണ്ണമുള്ള. അത് കൊളിബ്രീനിയം. മറ്റേ ഇത് കുരുമുളക് നമ്മൾ ഇതിലാണ് ഗ്രാഫ്റ്റ് ചെയ്യണത്. പിന്നെ അത് ഡാങ്സൂര്യ പ്ലാവാണ്. ഇങ്ങോട്ട് വീന സൂപ്പർ എർലി, സ്ട്രോബെറി ഗുവ. ഏതാ? ഇത് മധുചാമ്പയുണ്ട്, അതിന്റെ റെഡും വൈറ്റും ഉണ്ട്. പിന്നെ ഉമ്മർ, ദിൽഹരി, റൂബി റെഡ്, ഗ്രീൻ, ഹൈ റേഞ്ച് ഫ്ലോറ, വെരിഗേറ്റഡ്, അങ്ങനെ കുറെ വെറൈറ്റി. ഇത് റംബൂട്ടാൻ. റംബൂട്ടാൻ N18 പൂത്ത പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. വലിയ തൈക്ക് എന്ത് വില വരുന്നുണ്ട് റംബൂട്ടാൻ്റെ? 1000, 1200 ആ ഒരു റേഞ്ച്. 1500 വരെ ഉള്ളതുണ്ട്, നല്ല കടവണ്ണൊക്കെ ഉള്ളത്. ഇപ്പൊ ഈ ഒരു കൊല്ലത്തിന് ശേഷം വന്ന എക്സ്പാൻഷൻ ആണല്ലോ, അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തില്ല. പിന്നെ ഇതൊക്കെ വിയറ്റ്നാം സൂപ്പർ എർലി, ഡെങ്സൂര്യ. ഇത് മറ്റേ ഇതാണ് കേട്ടോ, കംബോഡിയൻ ചാക്ക്. അത് മാച്ചൊക്കെ പൊട്ടി കംബോഡിയൻ ചാക്ക് ഉണ്ട്. പിന്നെ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ ചക്ക ഉള്ളതുണ്ട് കേട്ടോ. അതെ, അതൊക്കെ ചക്കയുള്ള. ഇത് പിന്നെ J33. ഇത് സീഡ്ലെസ് ആണ് കേട്ടോ. സീഡ്ലെസ് ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ അടുത്ത് മാച്ചക്കൊക്കെ ആയിട്ടുണ്ട്. ചക്കയാവോന്ന് അറിയില്ല. ഇത് നമ്മൾ റൂട്ട് സ്റ്റോക്കും സെയിൽ ചെയ്യുന്നുണ്ട്. റംബൂട്ടാനുണ്ട്, അവക്കാഡോ ഉണ്ട്, പിന്നെ ലോങ്ങൻ, മൾബറി, അങ്ങനെ മാവ്. ഇത് പ്ലാവ്. ഗംലസ് ഉണ്ട്. പിന്നെ J33, ഡാങ്സൂര്യ, ചെമ്പരത്തി വരിക്ക, അങ്ങനെ കുറെ വെറൈറ്റി ഉണ്ട്. ഇത് വിയറ്റ്നാം അല്ലേ? വിയറ്റ്നാമിന് ഒരു കൊല്ലം. ഇതെന്താ ഈ കായ്ച്ചെടുക്കണ പ്ലാവ്? ഇത് വിയറ്റ്നാം സൂപ്പർ എർലിയാ. ഇതിപ്പോ ചക്ക തീർന്നു ഏകദേശം, അതുകൊണ്ടാണ് ഈ ചെറിയ ചക്കകള്. നല്ല വലിപ്പമുള്ള ചക്കകളായിരുന്നു ഒരുവിധം എല്ലാം. ഇതില് ചക്ക അധികം പറിച്ചിട്ടില്ല, അതുകൊണ്ടുണ്ടോ. വിയറ്റ്നാം തന്നെ. പക്ഷെ ഇപ്പൊ കംബോഡിയൻ ചാക്കും J33 ആണ് ഇപ്പൊ ആൾക്കാർ കൂടുതലും വെക്കണം അല്ലേ? ഇതൊക്കെ നല്ല വലിപ്പമുള്ള ചക്കകളാ. അത്യാവശ്യം വലിപ്പമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിയറ്റ്നാം ഇത്ര വലിപ്പം വരാറില്ല അല്ലേ? ഇവിടെ വരാറുണ്ട്. ഏകദേശം ഇത്രയും വലിപ്പമൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ. അത് പിന്നെ ഒത്തിരി പിടിപ്പിക്കുമ്പോ കുറച്ച് വലിപ്പം ചിലപ്പോ കുറഞ്ഞു പോകും. ഇതൊക്കെ നല്ല വലിപ്പമുണ്ട്. ചാമ്പടത് മുട്ടിട്ട തൈകളുണ്ട് കേട്ടോ. മുട്ടിട്ടത് കായുള്ളതൊക്കെ തൈകളുണ്ട്. അത് ബാലിച്ചാമ്പല. പിന്നെ ഇത് ജാതി. ജാതിയുടെ വെറൈറ്റീസ് മറ്റേ ശ്രീലങ്കൻ, സിന്ധുശ്രീ, അങ്ങനത്തെ വെറൈറ്റീസാണ്. ഇനി അവിടെ ഒരു ഭാഗമില്ല അങ്ങോട്ട്. ഇത് സ്ട്രോബെറി ഗുവ റെഡ് ആണ് കേട്ടോ. ഇത് കായ്ക്കണതാ. കായ്ക്കണതാ. കായ് ഇപ്പോ തീർന്നു നിൽക്കുവാന്ന് തോന്നുന്നുണ്ട്. ചെറിയ കായ്കളൊക്കെ ഉണ്ടാവുമായിരിക്കും, പഴുത്തത്തില്ല. അതേ പൂവൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാടൻ ചാമ്പയാണ് കേട്ടോ. അല്ല, നാടൻ സീഡുള്ള ചാമ്പ. പുളിയുള്ളത്. നല്ല ചുവപ്പ് കളറാവും കേട്ടോ, കറക്റ്റ് പാകം. എന്നാലും നല്ലൊരു ടേസ്റ്റ്. നമ്മുടെ ഒരു പഴയ നൊസ്റ്റാൾജിയ. ഇത് പിന്നെ ഇങ്ങനെ തന്നെയാണ് കായ്ക്കണം തോന്നല്ലേ? എപ്പോഴും തന്നെ കായ ഉണ്ടാവും. കൊച്ചു കായായിരിക്കും, പക്ഷെ ഇതാണ് ഇതിന്റെ പ്രത്യേകത. അല്ല, ഇതില് വലിപ്പം വെക്കും കേട്ടോ കായ. ഇതിന്റെ തൈകളുണ്ട് ഇവിടെ? ഇതിന്റെ തൈ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഹോം ഗ്രൗണ്ട് ഒരു നാടൻ പേരയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് പറിച്ച് വലിപ്പം വരുന്നോളേ. ഇത് ലെയർ ചെയ്യുന്നുണ്ട്? ഇത് ചെയ്യുന്നുണ്ട്. പേരറിയില്ലല്ലോ, ദേ ഒരു പഴുത്ത അറിയില്ല. നിറയെ കായുണ്ടല്ലേ? മുകളിൽ നല്ല പഴുത്ത. അതന്നെ നല്ല ടേസ്റ്റുള്ള പേരൊക്കെ. നല്ല ടേസ്റ്റുള്ള പേര്. ഇതിന്റെ തൈകൾ ലെയർ ചെയ്ത തൈകളുണ്ട് കേട്ടോ അവിടെ ഇഷ്ടംപോലെ. ഇത് പെട്ടെന്ന് കായ്ക്കൂലേ? എത്ര നാളെടുക്കും കായ്ക്കാൻ? ഒരു 2 വർഷം എടുക്കും. 2 വർഷം എടുക്കും.
പക്ഷെ നിറയെ കായുണ്ട് ഇതെന്താ സാധാരണ നമ്മൾ ഹൈബ്രിഡ് പേരകൾ മാതിരിയല്ല അത് ഓൾ സീസൺ തന്നെ പറയാം എപ്പോഴും കായ ഉണ്ടാവും അല്ലേ? എപ്പോഴും കായ ഉണ്ടാവും, പക്ഷേ സീസൺ അല്ലാത്ത ടൈമിൽ കുറവായിരിക്കും. ഇത് ഇത് വടകപ്പുളി നാരക. അതെ. ആ ഇതിൻ്റെ തന്നെ വലുത് ഒരെണ്ണം അപ്പുറത്തുണ്ട് കേട്ടോ. നിറച്ചുണ്ടാകും, പക്ഷെ വലിപ്പം കുറച്ച് കുറവാണ്. ഇതിലൊക്കെ കണ്ടോ നിറച്ചുണ്ടാവും. അച്ചാറിടാൻ പിന്നെ ജ്യൂസ് അടിക്കാനും നല്ല കേട്ടാ. ഇത് അതിലൊക്കെ നിറച്ചുണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ ഏകദേശം ഫുൾ ടൈം ഇതിൽ കായ ഉണ്ട് കേട്ടാ. ഡ്രാഗണിന്റെ സീസൺ ഇപ്പോഴല്ലേ? അല്ല, മെയ്യിലാവൂലേ? ഡ്രാഗണിന്റെ കുറെ വെറൈറ്റി ഉണ്ട്. ഡ്രാഗണിന്റെ സീസൺ വരുമ്പോൾ ഇവിടെ ഒന്ന് കാണുന്നത് നല്ല രസമാണ്. എത്ര വെറൈറ്റീസ് ഉണ്ട് ഡ്രാഗൺ? ഡ്രാഗൺ 50ഓളം വെറൈറ്റി ഉണ്ട്. അപ്പൊ ഡ്രാഗൺ മാത്രം പ്ലാന്റ് ചെയ്തേക്കുന്ന ഒരു പ്ലോട്ടും കൂടി ഉണ്ട് അപ്പുറത്തുണ്ടല്ലോ. അതിന്റെ ഇടയ്ക്ക് പപ്പായ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് വിയറ്റ്നാം മാൾട്ട കാച്ചിട്ടുണ്ട് കേട്ടോ. ഓൾ ടൈം ആണ്. ഓൾ സീസൺ വിയറ്റ്നാം മാൾട്ട എന്ന് പറയണം. വിയറ്റ്നാം മാൾട്ട ഓറഞ്ച് എന്നും പറഞ്ഞാണ് അവർ തന്നത്. മുസംബി ആയിരിക്കും. ഇത് പലയിടത്തും പൂട്ടിട്ട് കൊഴിഞ്ഞു പോകാറുണ്ട്. കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണാം വിയറ്റ്നാം മാൾട്ട. ഇത് അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ലല്ലേ? ഈ പ്രാവശ്യം ഇപ്പൊ കാച്ചിട്ടേ ഉള്ളൂ. ഇത് നൈജീരിയൻ പൈനാപ്പിൾ ആണ്. നല്ല വലിപ്പം വയ്ക്കുന്ന പൈനാപ്പിൾ ആണ് കേട്ടോ. അതായത് ഈ സാധനമാണ് പച്ചയിൽ തന്നെ മധുരമുള്ളത്. ഏകദേശം നല്ല വലിപ്പം വയ്ക്കും. ഇതിന്റെ തൈകളുണ്ട് ഇവിടെ. നൈജീരിയന്റെ തൈ ആയിട്ടില്ല. ഇത് പറിച്ചു കഴിയുമ്പോഴത്തേക്കും കാനി ഒടിച്ചു കഴിയുമ്പോഴത്തേക്കും ആവും. ഓലക്കും പ്രത്യേക ഓല നല്ല വീതിയാണല്ലേ? നല്ല വീതിയാ. ഇവിടെ കുരുമുളകിന്റെ വെറൈറ്റി നമ്മൾ വിയറ്റ്നാം മോഡൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചാമ്പകള് ഫാബ് അല്ലേ? ഫാബ് വെറൈറ്റി. അതായത് മഴത്തുള്ളി പോലത്തെ എന്താ പറയാ, ജാതിക്ക. ഫാബ് ഇതെങ്ങനെയുണ്ട് സാധനം? ഈൽഡ് നന്നായിട്ട് പിടിക്കുന്നുണ്ടോ? കായ ഉണ്ടാവുന്നുണ്ട്. അല്ല, മറ്റേ ജാതിയായിട്ടുള്ള എന്താ വ്യത്യാസം? മറ്റുള്ള ജാതിയായിട്ട് അതിന്റെ ഷേപ്പിലുള്ള വ്യത്യാസം. പിന്നെ പത്രയ്ക്ക് വെയിറ്റ് ഉണ്ട്, കായ്ക്കും വെയിറ്റ് ഉണ്ട്. അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ തന്നെ കൊമേഴ്സ്യലായിട്ട് ചെയ്യണം നല്ലല്ലോ. പക്ഷെ നമ്മുടെ കാലാവസ്ഥയിൽ സക്സസ് റേറ്റ് എങ്ങനെയാണ്? ഇപ്പം നമുക്ക് ഇപ്പം കായ് പിടിക്കുന്നുണ്ട്, പക്ഷെ ചിലർ പറയുന്നുണ്ട് സക്സസ് റേറ്റ് കുറവാണ്. അതുകൊണ്ട് അറിയില്ല, കുറച്ച് നാൾ കൂടി വെയിറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു ഞങ്ങൾ. വാഴ ഇപ്പോൾ വെട്ടിയതാണ്. വാഴയുടെ കൊല കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറേ വെറൈറ്റി വാഴകളുണ്ട്. കുറേ വെറൈറ്റികളുണ്ട്. സ്വർണ്ണമുഖിയൊക്കെ ഉണ്ട്. സ്വർണ്ണമുഖി ഉണ്ട്. പിന്നെ ഗോത്തിയ, പിന്നെ മൾട്ടി ബഡഡ, അങ്ങനെ കുറെ ഇതുണ്ട്. ഇതല്ലേ തായ് ചാമ്പ? തായ്ലൻഡ് ചാമ്പ. തായ്ലൻഡ് ചാമ്പ ആയി വന്നു. കഴിഞ്ഞ തവണ നിറയെ ഉണ്ടായിരുന്നല്ലോ. നല്ല ടേസ്റ്റ് ആണ്. നല്ല മധുരം. ഇവിടെ ഇതിന് വലുപ്പമായിട്ടില്ല, കളറും വന്നിട്ടില്ല. ഉള്ള എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. ഇതിന്റെ തൈകൾ ലെയർ ചെയ്യുന്നുണ്ടല്ലോ? ഇതിന്റെ ഉണ്ട്. ഇതിന്റെയൊക്കെ വലിയ പ്ലാന്റുകളുണ്ട്. അതല്ലേ? ഇത് 7 അടി 8 അടി ഹൈറ്റുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുള്ള ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കഴിച്ചാണ്. നല്ല കൊല കുത്തി ഉണ്ടാവും, നിറയെ ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. അതെ, ഇതില് വലുതുണ്ട് കേട്ടാ. അവിടെ ഉണ്ടോ? വലിപ്പം അങ്ങനെ ആയിട്ടില്ലെങ്കിലും കളറ് കുറച്ച് മാറിയിട്ടുണ്ട്. വലിപ്പം അത്ര ആയിട്ടില്ല. അതേ പുഴു. കഴിഞ്ഞ പ്രാവശ്യം നല്ല വലുപ്പമായിരുന്നു. ഇപ്രാവശ്യം ആയി വന്നേ ഉള്ളൂ. വലിപ്പം വരും. ഇതെവിടെയൊക്കെ നല്ല വലുപ്പത്തിലുണ്ട്. കൊല കുത്തി. എൻ്റെ ഒരു പ്രത്യേകത ചാമ്പയുടെ ഒരു പ്രത്യേകത ഉണ്ട്. നിറയെ ഉണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്കുണ്ടാവണ ചാമ്പല്ല അത്. മേലിലേക്കുണ്ട്. എവിടെയൊക്കെ നിറച്ചുണ്ട്. ഇവിടെ വേറെ എന്തുള്ളത്? ഇത് പിന്നെ വെരിഗേറ്റഡ് ചാമ്പ. ഇത് എന്തോ ഇത് വെരിഗേറ്റഡ് ചാമ്പ. വെരിഗേറ്റഡ് ചാമ്പയാണല്ലേ? ഇതും ആയി വരണുള്ളൂ. ഇത് നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ്, നല്ല മീഡിയം, കുഴപ്പമില്ല. പിന്നെ ഓർണമെന്റലായിട്ട് വെക്കാനും നല്ലതാ. നല്ല ഭംഗിയിൽ നല്ല 2 ഷെയ്ഡുള്ള കളറാണല്ലോ. ഇതിന്റെ ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഹോൾസെയിലുണ്ട്, റീറ്റെയിലുണ്ട്. വലിയ പ്ലാന്റുകളും ഉണ്ട്. വലിയ പൂത്തതും കാഴ്ചയുള്ള ചെടികളും കൊടുക്കാനുണ്ട് ഇവിടെ. പിന്നെ ഒരു നാരകില്ലേ ഇവിടെ? ഏത് ഒടിച്ചു കുത്തിയോ? സീഡ്ലെസ്. ഇവിടെ കുളത്തി മീനുണ്ട് ഇപ്പൊ. ഏതത്? ഗൗരാമി. വിൽക്കുന്നുണ്ടോ? ഗൗരാമി 2 വർഷം എടുക്കൂല പാകാവാനായിട്ട്.
കുരുമുളകൊക്കെ നന്നായി ചെയ്യണ്ടല്ലേ? ആ, കുരുമുളകിൻ്റെ ഇപ്പോൾ പറിച്ചല്ലോ, കഴിഞ്ഞു അതിൻ്റേത്. ഇത് നമ്മുടെ മൂവാണ്ടനാണ് കേട്ടോ, മൂവാണ്ടൻ്റെ വലിയ പ്ലാന്റ്. ഇത് മൂവാണ്ടൻ, അത് വൈറ്റ് മൂവാണ്ടൻ. രണ്ടുണ്ടോ? ഇതാണ് നല്ല വലിപ്പം തന്നെ. ഇത് കരിനാരകം. കരിനാരകം ഇതുണ്ടോ? ഇതൊന്നും ആയിട്ടില്ല, ഓ, എന്നിട്ട് ഇത്ര വലിപ്പമുണ്ട്. ഇത് ഉപയോഗിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ ഇതിനല്ലേ അച്ചാറിടാൻ ഉപയോഗിക്കണം. ഫ്രൂട്ടായിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല ഇല്ല, ജ്യൂസ് അടിക്കാൻ ഞാൻ മറ്റേ നാരകം എടുക്കാറുണ്ട്, അതുപോലെ ഇതാവോന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ സീഡ്ലെസ് ലെമൺ, നിറച്ച് കൊല കുത്തി ഉണ്ടാവും, നല്ല വലിപ്പമുണ്ടല്ലോ അല്ലേ? നല്ല വലിപ്പത്തില്. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കുകയൊക്കെ ചെയ്യാം. ആ, ജ്യൂസ് അടിക്കാം, എളുപ്പമല്ലേ? നമ്മൾ മാങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ കൂടെ പഞ്ചസാര ഇട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ടാ നല്ല കട്ട് ചെയ്തിട്ട് ചുമ്മാ അടിച്ചെടുക്കാമല്ലോ എളുപ്പത്തില്. ഇതിൽ നിന്ന് തന്നെ ചെയ്യുന്ന പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതല്ലേ? അത് പല വലിപ്പത്തിലുള്ള പ്ലാന്റുകളുണ്ട് കേട്ടോ, പൂട്ടതും പൂടാത്തതും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട്. അപ്പോൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മുകളിൽ. ഇനി തിരികെയല്ലേ, എത്രയല്ലേ ഉള്ളൂ നമുക്ക്? ഇതുവരെ കൃഷിത്തോട്ടമാണ്, ശരിക്കും കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്ന തോട്ടമാണ്. വളങ്ങൾ ഏതുള്ളത് ചെയ്യുന്നത്? ചാണകപ്പൊടി, ആട്ടുംകാട്ടം അത് നിങ്ങൾ കൊടുക്കുന്നുണ്ട്? കൊറിയർ ചെയ്യുന്നുണ്ട്? കൊറിയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ല അവർ വന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. എത്ര കിലോത്തിന്റെ? അതിപ്പം എത്ര കിലോ വേണമെങ്കിലും ചെയ്യും. പിന്നെ അല്ല ചാക്കായിട്ടാണ് ഹോൾസെയിലായിട്ടാണ് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ വണ്ടി ചാർജ് തരുവാണെങ്കിൽ നമ്മൾ എത്തിച്ചു തരും. എല്ലാ ഫെർട്ടിലൈസറും എല്ലാം ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. എല്ലുപൊടി ഉണ്ടോ? എല്ലുപൊടി ഇല്ല, രാജ്ഫോസ് കൊടുക്കും. എല്ലുപൊടി ഇല്ല, എല്ലുപൊടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അപ്പം അതുകൊണ്ട് അതില്ല. പിന്നെ നേരിട്ട് വരുന്നവർക്ക് സ്ഥലം എന്ന് പറഞ്ഞാലും പെരുമ്പാവൂരിന്ന് മൂവാറ്റുപുഴ പോണ റോഡിൽ പേഴക്കാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം, അവർ ജ്വല്ലറി ഉണ്ടല്ലോ. നിങ്ങൾ ജ്വല്ലറിയുടെ പേരെന്താ? സ്നേഹ ജ്വല്ലറി. അവിടെ ഉണ്ട്, അവിടെ ആളുണ്ടാവും. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അങ്ങോട്ട് വീട്ടിലോട്ട്. ഇവിടെ എപ്പോഴും ആളുണ്ടാവും. ഇതൊരു ഹോം ഗാർഡൻ ആയതുകൊണ്ട് എപ്പോഴും ആളുകളുണ്ടാവും. പിന്നെ കൊറിയർ ഉണ്ട്, ഹൈവേ ഡെലിവറി ഉണ്ട്. നമ്പർ കൊടുക്കാൻ മുകളിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ശരിയെന്നാ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.